അപ്പോൾ അടുത്തൊരു സംഭവമാണ് ബോംബ് കാലോറിമീറ്റർ. ബോംബ് കാലോറിമീറ്ററിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ എൻതാൽപ്പി ചേഞ്ച്, ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ കമ്പഷൻ എൻതാൽപ്പി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഒരു ബോംബിൻ്റെ ഉള്ളിൽ വെക്കും, നമുക്ക് ഏത് സബ്സ്റ്റൻസ് ആണോ കമ്പഷൻ ചെയ്യേണ്ട ആ സബ്സ്റ്റൻസ് വെക്കും. ഇവിടെ ഒരു പുറത്തൊരു ബോംബുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ വയർ കൊടുക്കും. പിന്നെ ഓക്സിജൻ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു എക്സ്ട്രാ ഒരു ഏരിയയും കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് സംഭവിക്കുന്നത്, നമ്മൾ തെർമോഡൈനാമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് എന്താ സംഭവിക്കുന്നത്, ഇവിടുന്ന് എനർജി ഇയാൾ കമ്പസ് ചെയ്യുമ്പോൾ പുറത്തോട്ടേക്ക് എനർജി വിടും. എങ്ങനെ എനർജി വിടാൻ? എൻതാൽപ്പി ആയിട്ട്, അല്ലെങ്കിൽ ഇത് കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെ കേസാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ ഹീറ്റ് എനർജി അത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും എൻതാൽപ്പി എന്ന് പറയാൻ പറ്റും. ആ എൻതാൽപ്പി പുറത്തോട്ടേക്ക് റിലീസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇയാൾ റിലീസ് ചെയ്യുന്ന എൻതാൽപ്പി തന്നെയാണ് ഈ പറഞ്ഞ ബോംബ് കാലോറിമീറ്റർ പുറത്തോട്ടേക്ക് വിടുന്നത്. അങ്ങനെ ആ സമയത്ത് നിങ്ങൾ വിചാരിച്ച് നോക്ക്, ബോംബ് കാലോറിമീറ്ററിൻ്റെ വന്നിട്ടുണ്ട്, CP വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് അല്ല ഓക്കെ. അപ്പോൾ ആ ഹീറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ Q ഈസ് ഈക്വൽ ടു C. ആരുടെ C? ബോംബ് കാലോറിമീറ്ററിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വന്നിട്ടുണ്ട് C ഇൻറ്റു ΔT. നമുക്കറിയാം C ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ ΔT ആണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ കാലോറിമീറ്റർ പുറത്തുനിന്ന് അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് Q ഇൻറ്റു ΔT. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ബോംബിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസും അതേപോലെ ഇവിടെ വാട്ടർ കൊടുത്തില്ല, ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസും സെയിം ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി അഥവാ ഇവർ ഈ രീതിയിൽ ചിലപ്പോൾ ഇത് അഡ്വാൻസ് ലെവൽ ഇങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ Q, അബ്സോർബ് ചെയ്യുന്ന Q, ഈ പറഞ്ഞ ബോംബ് കാലോറിമീറ്റർ ഈ പറഞ്ഞ ബോംബിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ടോട്ടൽ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, കാലോറിമീറ്റർ അബ്സോർബ് ചെയ്യുന്ന Q. ഓക്കെ, അഥവാ നമുക്ക് ബോംബിൻ്റെ Q തരുന്നത്, നമുക്ക് ബോംബിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ആയിരുന്നു. നേരത്തെ ആരുടെ ഹീറ്റ് കപ്പാസിറ്റി? കംപ്ലീറ്റ് കാലോറിമീറ്ററിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ആണത്. ഇപ്രാവശ്യം അവർ ബോംബിൻ്റെ ഹീറ്റ് കപ്പാസിറ്റിയും അതേപോലെ വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ആ Q എന്ന് പറഞ്ഞാൽ ഒന്ന് ബോംബിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ബോംബിൻ്റെ മോള് ഇൻറ്റു ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദി ബോംബ് ഇൻറ്റു ΔT പ്ലസ് NH2. ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നതല്ലോ, ചിലപ്പോൾ ചോദ്യം ഈ രീതിയിലും ചോദിക്കാം. അല്ലെങ്കിൽ ഇവർ ടോട്ടൽ ആയിട്ടുള്ള കാലോറിമീറ്ററിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്നാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി, ഇത്രയും മെനക്കെടേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, പിന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിൻ്റെ ടേംസിലാണ് ഈ രീതിയിൽ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇനി Q T വെച്ചോ, Q T കഴിഞ്ഞാൽ പിന്നെ അവർ വയ്ക്കുന്നത് ഇൻറ്റേർണൽ എനർജിയാണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്കും ചെയ്യുന്നില്ല, ബിക്കോസ് ഇവിടെ വോളിയത്തിന് വ്യത്യാസമൊന്നുമില്ല. സോ അതിനെക്കുറിച്ച് ചെയ്താൽ ΔU is equal to ΔW പ്ലസ് Q എന്ന് പറയാൻ പറ്റും. റൈറ്റ്, ദാറ്റ് മീൻസ് ΔW is 0. സോ ΔU is equal to Q തന്നെയാണ്. അപ്പോൾ ഈ ഹീറ്റ് ചേഞ്ച് തന്നെയാണ് Q. പക്ഷേ അഥവാ അവർ ഏത് ടേംസിലാണ് ചോദിക്കാൻ? ΔU പെർ മോൾ ആയിരിക്കും ചിലപ്പം ചോദിക്കാൻ. പെർ മോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ മോൾ ചെയ്തിട്ടുള്ള ഉത്തരമായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഈ ΔE എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻറ്റേർണൽ എനർജി തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ആ രീതിയിലും ചെയ്യേണ്ടി വരും. പിന്നെ ലാസ്റ്റ് അവർ ചോദിക്കാൻ സാധ്യതയുള്ളത് എൻതാൽപ്പിയാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് എൻതാൽപ്പിയാണ്. എൻതാൽപ്പി കിട്ടിയ ΔH is equal to ΔE, അത് ഇൻറ്റേർണൽ ചേഞ്ച് കിട്ടിയിട്ടുണ്ടാവും, പ്ലസ് ΔNGRT വേണ്ടി വരും. ഇപ്പോൾ NGRT എന്ന് പറഞ്ഞ റിയാക്ഷൻ എഴുതുക, എന്നിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഗ്യാസസ് മോൾസിലുള്ള ഡിഫറൻസ് കണ്ടെത്തുക, എന്നിട്ട് R ഇൻറ്റു ടെമ്പറേച്ചർ ആറിൻ്റെ ടെമ്പറേച്ചർ അഥവാ ΔH ഓഫ് ദ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റിയാക്ഷനിൽ സംഭവിക്കുന്നുണ്ടാവുന്ന ആ ടെമ്പറേച്ചർ, റിയാക്ഷനിൽ സംഭവിക്കുന്നത്, ദാറ്റ് മീൻസ് റിയാക്ഷൻ എവിടെ നടക്കുന്ന ബോംബിൻ്റെ ഉള്ളിൽ, അപ്പോൾ ബോംബിൻ്റെ ടെമ്പറേച്ചർ എടുത്തിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, ഇതാണ് പരിപാടി, എക്സാമ്പിൾസ്. പിന്നെ ΔH ഓഫ് ദ റിയാക്ഷൻ എന്തുകൊണ്ട് -Q/N എന്ന് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ -Q/N, വൈ ഇത് -Q/N? ΔE എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജിയാണ്. അപ്പോൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ബോംബാണ് പുറത്തോട്ടേക്ക് എനർജി കൊടുക്കുന്നത്, ആണോ? ആണ്. ദാറ്റ് മീൻസ് ബോംബ് പുറത്തോട്ടേക്ക് എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാളുടെ ടെമ്പറേച്ചർ കുറയേണ്ട, കാരണം ഇയാൾ പുറത്തോട്ടേക്ക് എനർജി കൊടുക്കുകയാണ്. വി നോ ദാറ്റ് ΔE is equal to Q. സോ ഇഫ് Q is -Q, ദാറ്റ് മീൻസ് ΔU is also മൈനസ്, അല്ലേ? Q എന്ന് പറഞ്ഞാൽ -Q, ദാറ്റ് ഈസ് പുറത്തോട്ടേക്ക് എനർജി കൊടുക്കുകയാണെങ്കിൽ, ഹീറ്റ് എനർജി കൊടുക്കുകയാണെങ്കിൽ ΔU കുറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതപ്പോൾ അതിൻ്റെ ടേംസിൽ എഴുതിയേ ഉള്ളൂ. ഓക്കെ, പിന്നെ എക്സാമ്പിൾ ടൈം നമുക്ക് നോക്കാം. 1.2 gram solid benzoic acid is complete combustion in a bomb calorimeter. Okay, 27 degrees Celsius, initial 27 degrees Celsius ആണ്. Temperature raised from 27 to 77 degrees Celsius if the heat capacity of calorimeter is, okay, calorimeter heat capacity മുമ്പാണ് തന്നിട്ടുള്ളത്. Calculate the change in internal energy. Direct ΔU is equal to N ഒന്നും വേണ്ട, C into ΔT. ആൻഡ് C എന്ന് പറഞ്ഞാൽ അവർ കാലോറിമീറ്റർ 50 ഇൻറ്റു ഈ ടേംസിൽ ജൂൾ പെർ കെൽവിൻ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ 50 ഇൻറ്റു 50 ദാറ്റ് ഈസ് 2500 എന്ന് പറയാൻ പറ്റും ജൂൾ. അതാണ് ΔU. ഇനി ഇൻറ്റേർണൽ എനർജി ജൂൾ പെർ മോളാണ് നടത്താൻ പറയുന്നത്. സോ 2500 ഡിവൈഡ് ബൈ മോൾ എത്രയാണ്? 1.2 grams. 1.2 grams ഡിവൈഡഡ് ബൈ ബെൻസോയിക് ആസിഡ് ദാറ്റ് ഈസ് 122. 12.2 ആട്ടെ, ഇത് 12.2 ആണ്.
എല്ലാം കൂടിയിട്ട് 25,000 joules ആണ് കിട്ടുക. ഓക്കെ, ഡെൽറ്റ എച്ച് ഓഫ് ദി റിയാക്ഷൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് മോളാർ എൻതാൽപ്പി. ഇപ്പോൾ എൻതാൽപ്പി കണ്ടെത്തണമെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു കിട്ടിയിട്ടുണ്ട് 25,000 പ്ലസ് എൻ ജി ആർ ടി. അപ്പോൾ നമ്മൾ എന്താ റിയാക്ഷൻ എഴുതുക? എന്താണ് സംഭവിക്കുന്നത്? ബെൻസോയിക് ആസിഡ് എന്താണ് കമ്പഷൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കമ്പഷൻ റിയാക്ഷനിൽ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ ചേഞ്ച് ഇൻ മോൾസ് കണ്ടെത്തുക. ദാറ്റ് ഈസ് 10 മൈനസ് 5/2 ആണ്. 10 മൈനസ് 15/2, അപ്പോൾ -0.5 എന്ന രീതിയിൽ കിട്ടും. സോ -0.5 ഇൻറ്റു 6 8.314 ഇൻറ്റു ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഏതാണ് സംശയം ഉണ്ടാവും. ഏത് ടെമ്പറേച്ചർ എടുക്കണ്ടേ? കാൽക്കുലേറ്റ് മോളാർ എൻതാൽപ്പി കമ്പഷൻ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് അത് തന്നിട്ടുണ്ട്. സോ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് അറ്റ് 27 കൊടുക്കും, ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1.550 grams ഓഫ് ലിക്വിഡ് ഹെക്സൈൻ ഉണ്ട്. അയാൾ ബോംബ് കാലോറിമീറ്ററിൽ കമ്പഷൻ നടത്തുകയാണ്. ശരി, ടെമ്പറേച്ചർ റൈസസ് ഫ്രം ഈ പറഞ്ഞ ടെമ്പറേച്ചർ ടു ഈ പറഞ്ഞ ടെമ്പറേച്ചർ. ഡെൽറ്റ എച്ച് റിയാക്ഷനാണ് കണ്ടെത്താൻ പറയുന്നത്. ഇൻ കിലോ ജൂൾ പെർ മോളാണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, പെർ മോളിൽ. ഓക്കെ, എനിവൈസ് ആദ്യം ക്യൂ കണ്ടെത്താം. ക്യൂ ഇസ് ഈക്വൽ ടു ബോംബ് കാലോറിമീറ്ററിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ആണ്. അപ്പോൾ ഡയറക്റ്റ് ഈക്വേഷൻ ഉപയോഗിക്കാം. ഒരു സി ദാറ്റ് ഈസ് 5.730 ഇൻറ്റു ചേഞ്ച് ടെമ്പറേച്ചർ എത്രയാണ്? 38.16. ഇത് സെൻറ്റിഗ്രേഡ്സിലായതുകൊണ്ട് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് 38.16 മൈനസ് 25.87 എന്നിട്ട് ഡയറക്റ്റ് എന്ത് ഡെൽറ്റ എച്ച് ഓഫ് ദി റിയാക്ഷൻ ഡിവൈഡ് ബൈ മോൾ ചെയ്താൽ. കാരണം അവർ എന്താ വയ്ക്കുന്നത്? ഡെൽറ്റ എച്ച് ഓഫ് ദി റിയാക്ഷൻ ഇൻ കിലോ ജൂൾ പെർ മോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് പെർ മോളും കൂടി ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്തെന്താ? ക്രിച്ചോഫ് ഇക്വേഷൻ ആണ്. ക്രിച്ചോഫ് ഇക്വേഷൻ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ക്രിച്ചോഫ് ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവുക, അതുമാത്രമാണ് ക്രിച്ചോഫ് ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്ന് നമുക്കറിയാം. വി നോ ദാറ്റ് ഡെൽറ്റ എച്ച് ഓഫ് ദി റിയാക്ഷൻ നമ്മൾ ബേസിക് ആയിട്ട് റിക്വേഷൻ ഉണ്ട്. ഒന്ന് കമ്പഷൻ റിയാക്ടൻ ഓഫ് ദി എന്താണ് കമ്പഷൻ ഓഫ് ദി റിയാക്ടൻസ് മൈനസ് കമ്പഷൻ ഓഫ് ദി പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ എന്താണ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് ദി പ്രൊഡക്ട്സ് മൈനസ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് ദി റിയാക്ടൻസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, പിന്നെ വേറെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ടേംസിലൊക്കെ നമ്മൾ എഴുതിയതാണ്. ഇപ്രാവശ്യം നമ്മൾ ജസ്റ്റ് എന്താ ഡെൽറ്റ എച്ച് ഓഫ് ദി പി മൈനസ് എച്ച് ആർ എന്ന രീതിയിലാണ്. എന്തിനാണ് ഡി ഡെൽറ്റ എച്ച് ബൈ ഡി ടി ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം കംപ്ലീറ്റ് ഇക്വേഷൻ. സോ ഇത് ഡെൽറ്റ എച്ച് എന്താണ് പി ഡിവൈഡ് ബൈ ഡി ടി എന്ന രീതിയിൽ വരും. ആൻഡ് നമുക്ക് ഈ സാധനത്തിൽ നിന്ന് അറിയാം ദിസ് ഇസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണ്. ദിസ് ഇസ് സി പി ആണ്. ഇത് എത്രയാണ്? ഇത് സി റിയാക്ഷൻ ആയിട്ട് ടെമ്പറേച്ചർ. സോ സി പി സി ആർ. സോ സി പി ഓഫ് ദി റിയാക്റ്റൻ്റ് അല്ല ഇത് പ്രൊഡക്റ്റ്, സോറി പ്രൊഡക്റ്റൻ്റ് സി പി ഓഫ് ദി റിയാക്റ്റൻ്റ് ഈ രീതിയിൽ വരും. ദാറ്റ് ഈസ് ഡെൽറ്റ സി പി എന്ന രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ബേസിക് ഇക്വേഷൻ നമ്മൾ ആ ഇക്വേഷൻ എന്താണ് ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവം എത്തിയിട്ടുണ്ട്. സോ ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു സി പി ഇൻറ്റു ഡി ടി. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഡെൽറ്റ സി പി അഥവാ എന്താണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് അല്ലെങ്കിൽ ബാക്കോട്ടേക്ക് പോകും. എന്നിട്ട് ഇൻറ്റഗ്രേഷൻ്റെ സൈൻ്റെ പുറത്തോട്ടേക്ക് പോകും. എന്നിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തും. റൈറ്റ്, ഡെൽറ്റ എച്ചിൻ്റെ ഡിഫറൻസ് ദിസ് ആൻഡ് ദിസ് ഇസ് ദാറ്റ്. സോ ഡെൽറ്റ സി പി ഇസ് ഈക്വൽ ടു ഈ സാധനം. ഓക്കെ, സോ ഡെൽറ്റ സി പി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ സി പിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്റ്റിൻ്റെ സി പി മൈനസ് റിയാക്റ്റിൻ്റെ സി പി, അത്രയേ ഉള്ളൂ. ഓൾറൈറ്റ്, പിന്നെ അതേപോലെ സി വിയുടെ ടേംസിലും ഇതേപോലത്തെ ഒരു ഡെൽറ്റ എച്ചിൻ്റെ കിട്ടണമെങ്കിൽ ഇൻറ്റേർണൽ എനർജിൻ്റെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? വി നോ ദാറ്റ് ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു യു പ്രൊഡക്റ്റ് മൈനസ് യു റിയാക്റ്റഡ് അല്ലേ? കറക്റ്റാണ്. ഫൈനൽ ഇൻറ്റേർണൽ എനർജി മൈനസ് ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി, അതിന് യു പ്രൊഡക്റ്റ് മൈനസ് യു റിയാക്റ്റൻ്റ് അല്ലേ? ഫൈനലായിട്ട് ഉണ്ടാവാൻ ആരെ പ്രൊഡക്റ്റ്, ഇനീഷ്യലായിട്ട് ആരെ ഉണ്ടാവുക? റിയാക്റ്റൻ്റ്. ഓക്കെ, ഇതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി നോ ദിസ് ഇസ് വാട്ട് ഇസ് ദിസ്? ദിസ് ഈസ് സി വി പ്രൊഡക്റ്റ് ആൻഡ് സി വി റിയാക്റ്റൻ്റ്. അത് അപ്പോൾ ഇതും ഇതേപോലത്തെ ഇക്വേഷൻ തന്നെ. സി വി ഡെൽറ്റ സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇനീഷ്യൽ അല്ല ഫൈനൽ എൻട്രോപ്പി അല്ല ഇൻറ്റേർണൽ എനർജി മൈനസ് ഇനീഷ്യൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ച് നോക്കേണ്ടി വരും. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ എന്താണ് H2O എന്താ ഹാഫ് O2 എന്താ ചോദിക്കുന്നത്? വാട്ട് വുഡ് ബി ദ ഡെൽറ്റ എച്ച് അറ്റ് 298 Kelvin ഓവർ ദി സ്മോൾ ടെമ്പറേച്ചർ റേഞ്ച് എഫക്റ്റീവ്ലി കോൺസ്റ്റൻറ്റ് സി പി വാല്യൂസ് പെർ മോൾ ആർ. ഓക്കെ, സോ സി പി നമുക്ക് എന്തൊരു ഡെൽറ്റ സി പി കിട്ടാനുള്ള എല്ലാ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അവർ ഡെൽറ്റ സി പി കിട്ടാനുള്ള എല്ലാ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബിക്കോസ് പ്രൊഡക്റ്റിൻ്റെ ഹാഫ് ടൈംസ് മൈനസ് റിയാക്റ്റിൻ്റെ സി പി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഡെൽറ്റ സി പി ഇടും. ഡെൽറ്റ സി പി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ഉണ്ടാകുന്ന പിന്നെ ഇനീഷ്യൽ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. ഫൈൻ, ഇത് ഡെൽറ്റ എച്ച് ഓഫ് ദി ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന സംഭവം. ഈ 290
1.5 അത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 241.5. അതാണ്, ബാക്കിയെല്ലാം കൊടുത്തതാണ്. ഓക്കെ, കിർച്ചോഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മെയിനായിട്ട് നമുക്ക് ഓരോ ടെമ്പറേച്ചറിലും ഉണ്ടാകുന്ന ഡെൽറ്റ എച്ച് കണ്ടെത്താനും ഡെൽറ്റ സി പി തമ്മിലുള്ള റിലേഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ സംഭവിച്ചതിന് എന്താണ്, നേരത്തെ ഇക്വേഷൻ നമ്മൾ ഡി ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, സി പി ഡെൽറ്റ ടി എന്ന രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അഥവാ സി പി എന്താണ് ടെമ്പറേച്ചറിന് ഡിപ്പെൻഡൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ സൈൻ പുറത്തിറക്കാൻ പറ്റും. ഇപ്രാവശ്യം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, സോ ഇൻ്റഗ്രൽ സൈൻ പുറത്തിറക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അവർ തന്നിട്ടുണ്ട്, സി പിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇനി എവിടെ നിന്ന് ഇടം വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഈ ഒരു ടെമ്പറേച്ചർ മുതൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ്സ് മുതൽ 961 സെൻറ്റിഗ്രേഡ്സ് വരെ. സോ അതിൻ്റെ കെൽവിൻ ടൈംസ് കെൽവിനിലേക്ക് മാറ്റിയിട്ടുള്ള ആ ഒരു ഇൻ്റഗ്രൽ സൈൻ പിന്നെ ഡയറക്റ്റ് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ കണ്ടെത്താവുന്നതേ ഉള്ളൂ. റൈറ്റ്, ഈ കിട്ടിയ സാധനം നമ്മൾ എന്തിലേക്ക് മാറ്റണം, സി പി ഒക്കെ പെർ മോളിലാണുള്ളത്. അപ്പോൾ ഒരു കിട്ടിയ സാധനം ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം 3 മോൾസിൻ്റെ കഥയും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് കിർച്ചോഫ്സ് ഇക്വേഷൻ കിട്ടണമെങ്കിൽ ആദ്യം ഏത്, ഒന്ന് ഇന്ത്യൻ എനർജിയുടെ ടേംസിൽ, ഒന്ന് പിന്നെ എൻതാൽപ്പി ചെയ്ത ടേംസിൽ. അപ്പോൾ ആദ്യം ഈ ഇക്വേഷൻ ഓർമ്മിക്കണം, ഏത് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് പി മൈനസ് എച്ച് ആർ. എന്നിട്ട് ഇതിനെ എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾ ഡി ഡെൽറ്റ എച്ച് ബൈ ഡി ടി വരും, പിന്നെ ഇയാൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡെൽറ്റ സി പി വരും. പിന്നെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട സാധനങ്ങളിലേക്ക് എത്തിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഡയറക്റ്റ് കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ പെർട്ടിക്കുലർ റിയാക്ഷൻ ഇനീഷ്യലി എന്താണ് കോൺസെൻട്രേഷൻ ഒന്നും ഇല്ലാണ്ട്, അല്ല ഇനീഷ്യലി കംപ്ലീറ്റ് റിയാക്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ റിയാക്റ്റൻസ് മെല്ലെ പ്രൊഡക്റ്റായിട്ട് മാറൂലേ, റിയാക്ട് ചെയ്തിട്ട് അങ്ങനെ പ്രൊഡക്റ്റായിട്ട് മാറുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ പെർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന സമയത്ത് റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷനും അതേപോലെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും കോൺസ്റ്റൻ്റ് ആയിട്ട് കാണാൻ സാധിക്കാൻ പറ്റും. അതേ മാത്രമല്ല റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്ന റേറ്റും പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്ന റേറ്റും ഈക്വൽ ആവും. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആവുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ദാറ്റ് മീൻസ് ആറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഏതൊക്കെ കർവാണ് ഇക്വിലിബ്രിയം സിറ്റുവേഷനെ ഡിഫൈൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. സോ ഇനീഷ്യലി റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കൂടുതലാണ്, ബിക്കോസ് എന്തുകൊണ്ടാണ് അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു, റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരുന്നു. സോ അങ്ങനെ മെല്ലെ റേറ്റ് ഓഫ് ബാക്ക്വേർഡും റേറ്റ് ഓഫ് ഫോർവേഡ് ഈക്വലായി. സോ ദിസ് ഇസ് ആൻ ഇക്വിലിബ്രിയം ഗ്രാഫാണ്. ഓക്കെ, ഇതൊന്നും മണ്ടത്തരാണ്, ഇതൊന്നും ഇക്വിലിബ്രിയം ഗ്രാഫേ അല്ല. ഓക്കെ, കാരണം ഇവർ രണ്ടാളും ഒരുമിച്ച് ആവുന്നില്ല, രണ്ടുപേരും ഈക്വൽ ആവുന്നില്ല, കോൺസ്റ്റൻ്റ് ആവുന്നേ ഉള്ളൂ. അതേപോലെ ഇവർ ഈക്വൽ ആയിട്ട് പിന്നെ എന്താ കോൺസ്റ്റൻ്റ് ആവുന്നേ ഉള്ളൂ. റൈറ്റ്, അതേപോലെ ഇത് കറക്റ്റാണ്, ബിക്കോസ് എന്താണ് നമുക്ക് ആകെ വേണ്ട ഒരു കോൺസെൻട്രേഷൻ ടേംസിൽ ചെയ്യുന്ന സമയത്ത് ആകെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയാൽ മതി എന്നുള്ള കഥ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയാൽ മതി, അത് ഈക്വൽ ആയില്ലെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സോ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആവുന്നുണ്ട്, ശരി. ഇവിടെ ആണെങ്കിലോ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആവുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ട്, അതുകൊണ്ട് ഇതും കറക്റ്റാണ്, ഇക്വിലിബ്രിയം ഗ്രാഫാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റിൻ്റെയും റിയാക്ഷനും കോൺസ്റ്റൻ്റ് ആവുന്നുണ്ട്, ഓക്കെ, അതും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻസ് രണ്ടെന്നാണ് ഇപ്പം പറഞ്ഞ കണ്ടീഷൻസാണ്. ഓക്കെ, എന്നാണ് ഒരു റിയാക്ഷൻ ഉണ്ട് N2 ഇതിലേക്ക് മാറുന്നുണ്ട്. അപ്പം 4 moles of N2 and 8 moles of H2 are taken in 1 liter container. Okay, 1 liter container. At equilibrium NH3 becomes 2 moles. Okay, making concentration and time curve. Okay, ഇനി ഇക്വിലിബ്രിയം സമയത്ത് കോൺസെൻട്രേഷൻ ടൈം കർവ് ഓരോ റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ആക്കാനാണ് പറയുന്നത്. എനിവേസ് ഇനീഷ്യൽ ടൈമിൽ ഇവർക്ക് 4 മോളുണ്ടായിരുന്നു, ഇയാൾ 8 മോളുണ്ടായിരുന്നു, ഇറ്റ്സ് ഗിവൺ. ഇയാളൊന്നും ഉണ്ടായിട്ടില്ല, ബിക്കോസ് ഇനീഷ്യലി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ് ആയിരിക്കും പ്രൊഡക്റ്റിൻ്റെ 0 ആയിരിക്കും. റൈറ്റ്, കുറച്ച് കഴിഞ്ഞിട്ട് എന്താ ഇതിനകത്തുനിന്ന് 4 മൈനസ് എക്സ് റിയാക്ട് ചെയ്തു, എക്സും ഓൾസ് റിയാക്ട് ചെയ്തു. ഇയാളടുത്ത് നിന്ന് എന്താണ് 4 മൈനസ് 3x, ബിക്കോസ് ഇത് 3 റേഷ്യോയിൽ ആയതുകൊണ്ട് 4 മൈനസ് 3x റിയാക്ട് ചെയ്തു. ഇയാളടുത്ത് നിന്നാണെങ്കിലോ ഇയാൾ ഉണ്ടാവുന്നയാളല്ലേ, അപ്പോൾ ഇയാൾ എത്ര ഉണ്ടാവാൻ 2x, കാരണം ഇയാളുടെ റേഷ്യോ 2 ആണ്. സോ 2x ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞത് ലാസ്റ്റ് ഇക്വലിബ്രിയത്തിൻ്റെ സമയത്ത് എന്താണ് NH3 2 മോൾസ് ഉണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് 2x മോൾസ്, അത് 2 ഇക്വലിറ്റി, അതായത് 6 ആണ്. സോ എന്താണ് ഇക്വിലിബ്രിയം സമയത്ത് ഇവിടെ 3 കോൺസെൻട്രേഷൻ, ഇവിടെ 5 കോൺസെൻട്രേഷൻ, ആ എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ, അത് ഇവിടെ 2 കോൺസെൻട്രേഷൻ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാൻ കോൺസെൻട്രേഷൻ ടൈം കർവ് ഗ്രാഫ് വരക്കുക. സോ N2യുടെ കേസിലാണെങ്കിൽ ഇനീഷ്യലി 4 ആയിരുന്നു, 4 3ലേക്ക് പോയി, 4 ഇങ്ങനെ പോയിട്ട് 3ലേക്ക് പോയി, എന്നിട്ട് 3 കോൺസ്റ്റൻ്റ് ആയി. അതേപോലെ NH3 ആണെങ്കിൽ ഇനീഷ്യലി 0 ആണ്, 0യിൽ നിന്ന് 2ലേക്ക് പോയി, സോ 0യിൽ നിന്ന് 2ലേക്ക് പോയിട്ട് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയി. ഇനി H2യുടെ ആണെങ്കിൽ ഹൈഡ്രജൻ്റെ ആണെങ്കിലോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. പക്ഷേ വോളിയം 1 ലിറ്റർ ആയതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സാധനം തന്നെ കോൺസെൻട്രേഷൻ ആയിട്ട് എടുക്കുന്ന കാര്യം മനസ്സിലാക്കുക. ഹൈഡ്രജൻ ആണെങ്കിൽ ഇനി 8 മോൾസിന് 5 മോൾസിലേക്ക് പോയി, സോ 8 മോൾസ് 5 മോൾസ് പോയിട്ട് കോൺസ്റ്റൻ്റ് ആയി, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിന് സിമിലർ തന്നെയാണ്. ഓക്കെ.